നമസ്കാരം. നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ മുതിർന്ന നേതാവും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യവുമായ സഖാവ് PN പ്രഭാകരൻ ചേട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സഖാവ്. നമസ്കാരം. ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ സഖാവ് രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത്. എങ്കിലും എത്ര വർഷമായി കാണും ഈ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയിട്ട്? ഞാൻ 1955 പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. പഠനമെല്ലാം കഴിഞ്ഞ് ഇവിടെ പ്രാദേശികമായിട്ട് ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒട്ടേറെ ആളുകൾ അനുഭാവികളുണ്ട്. ആ കൂട്ടത്തിൽ ഇവിടെ NN പിള്ള എന്ന് പറയുന്ന തട്ടാരാത്ത് നാരായണപിള്ളയുടെ മകൻ NN പിള്ള എന്ന് പറയുന്ന ആള് വിഴിക്കത്തോൾ പാർട്ടി കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാലഘട്ടത്തിൽ എന്നെ പിടിച്ച് പാർട്ടിയിലാക്കി. അങ്ങനെ പാർട്ടിയിൽ വന്നു. പാർട്ടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ 1955-56 കാലഘട്ടത്തിൽ ഞാൻ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അന്ന് പാർട്ടിയൊക്കെ വളരെ ചെറുതാണ്. നമ്മുടെ കാഞ്ഞപ്പള്ളി താലൂക്കിൽ തന്നെ വളരെ ചെറിയ പാർട്ടിയാണ്. ഇന്ന് താലൂക്കിൽ ആദ്യം ഒരു CA കുര്യൻ എന്ന് പറഞ്ഞ ആള്, അത് കഴിഞ്ഞ് MG രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ആള്, അല്ല PM കുര്യൻ, MG രാമചന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഇന്ന് താലൂക്കിലുള്ളത്. രാമചന്ദ്രൻ കോട്ടയത്ത് നിന്ന് വന്ന് ട്രേഡ് യൂണിയൻ രംഗത്ത് തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന ഏർപ്പാടുമായി ബന്ധപ്പെട്ടു കോട്ടയത്ത് നിന്ന് പാർട്ടി ഇങ്ങോട്ട് അയച്ചതാണ്. അപ്പം അങ്ങനെ മുണ്ടക്കയുമായി ബന്ധപ്പെടുകയും ഞാൻ എൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയി വരികയും ചെയ്തു. അങ്ങനെ ബ്രാഞ്ച് സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്ന കാലഘട്ടം എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഞാൻ എൻ്റെ കുടുംബത്തിലെ 3 പേരിൽ ഏറ്റവും ഇളയ ആളാണ്. വീട്ടിൽ സാമാന്യം ഭേദപ്പെട്ട സൗകര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതിലെ പോകുന്നതിനും എന്നെ ഓമനിച്ച് വളർത്തിയ അച്ഛനും അമ്മയും ഏത് പ്രവർത്തനം നടത്തുന്നതിനും എനിക്കെതിരല്ലായിരുന്നു. അതുകൊണ്ട് പാർട്ടിയിൽ സജീവമായി പോകാനും അതിനു വേണ്ടിയുള്ള പൈസ മുടക്കാനും വീട്ടിൽ തന്നെ എനിക്ക് തരുമായിരുന്നു. 1956 കാലഘട്ടം. അപ്പോൾ എനിക്കന്ന് വളരെ ചെറുപ്രായമാണ്. എൻ്റെ 23-24 വയസ്സാണ്. അപ്പം വിമോചന സമരത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് വിഴിക്കത്തോട്ടിൽ കുറേ ആളുകൾ, പ്രത്യേകിച്ച് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെ സംഘടിതമായി ശക്തമായി പാർട്ടിയെ എതിർത്തു. അങ്ങനെ സംഘടിതമായി എതിർത്തിട്ട് എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അവനെ ഞങ്ങൾ തല്ലിക്കൊല്ലും, മണിവലിയാറി കൊടുക്കും, അതുകൊണ്ട് അവനെ വീട്ടിലിരുത്തണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അത് അവൻ്റെ ഇഷ്ടമല്ലേ, അതനുസരിച്ച് അവൻ പോകുന്നതിന് എനിക്ക് തടസ്സമൊന്നുമില്ല എന്ന് പറഞ്ഞ് അതിനെ നിഷേധിച്ചു. പിന്നെ അവർ മിണ്ടിയിട്ടില്ല. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഒട്ടേറെ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ മെമ്പർഷിപ്പിലുള്ള ആളുകൾ വെള്ളയിലെണ്ണാവുന്നവരേ ഉള്ളൂ, എങ്കിലും അനുഭാവികളായിട്ട് നല്ലൊരു സെറ്റ് ആളുകളുണ്ടായിരുന്നു. അങ്ങനെയാണ് പാർട്ടിയിലേക്ക് വരാനും പാർട്ടിയിൽ വന്നതിന് ശേഷമുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആവശ്യത്തോടുകൂടി രംഗത്ത് വരാനും എന്നെ പ്രേരിപ്പിച്ചത്. അങ്ങനെയാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 1955 വന്നു. ഈ പ്രദേശത്ത് ഞാനാണെന്നുള്ളത് NN പിള്ള എന്ന് പറയുന്ന ആളുമുണ്ട്. ആ പ്രവർത്തനം ഒരു ഘട്ടത്തിൽ കഴിഞ്ഞപ്പോൾ ആണ് 57 വിമോചന സമരം. 57 സർക്കാർ വന്നു, അതിനുശേഷമുള്ള വിമോചന സമരം. ആ സമരത്തിലും ഒട്ടേറെ ഭീഷണി ബന്ധങ്ങളും അതിനെല്ലാം നേരിട്ടുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു. അങ്ങനെ ആ പ്രവർത്തനം ആരംഭിച്ചു. പിന്നെ അതിനോടുള്ള ആകർഷണമായി പിന്നെ കോട്ടയത്ത് നിന്ന് പാർട്ടിയുടെ നേതാക്കന്മാർ വന്ന് പാർട്ടി ക്ലാസ് എടുത്തു. അത് കുറെ കൂടി ആവേശം കിട്ടത്തക്ക വിധത്തിൽ അടിസ്ഥാനപരമായി താത്വികമായി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് കൂടെ തന്നു കഴിഞ്ഞപ്പോൾ വളരെ ആവേശത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ആ പ്രവർത്തനം ഇന്നും തുടരുന്നു.
ഒരു ഏകദേശം ഒരു 70 വർഷത്തിന് മുകളിലായി സഖാവ് പാർട്ടി പ്രവർത്തനം 55 തൊട്ട് കണക്ക് കൂട്ടിക്കോ. 70 വർഷം മിച്ചോളമായി ആ. പാർട്ടി പ്രവർത്തനം ആ. തുടങ്ങി. അന്ന് മുതൽ ഇന്ന് ഈ സമയം വരെ സജീവമായിട്ട് പാർട്ടി പ്രവർത്തകനാണ്. അതെ. അപ്പൊ ഇത്രയും കാലം കൊണ്ട് പാർട്ടിയിൽ ഏതെല്ലാം സ്ഥാനങ്ങള് വഹിച്ചിട്ടുണ്ടായിരിക്കും? ഞാൻ കാഞ്ഞിരപ്പള്ളി മണ്ഡലം കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ എന്നെ എടുത്തു. അങ്ങനെ ജില്ലാ കമ്മിറ്റി എടുത്ത് ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനം, മണ്ഡലത്തിലെ പ്രവർത്തനം മനസ്സിലാക്കിക്കൊണ്ട് ജില്ലാ കമ്മിറ്റി എടുത്ത് എന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കുകയും ചെയ്തു. അങ്ങനെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ട് ദീർഘകാലം ഞാൻ പ്രവർത്തിച്ചു. വികസന സംഘടന എന്നുള്ള നിലയ്ക്ക് പാർട്ടിയുടെ കീഴിലുള്ള കർഷക സംഘത്തിൻ്റെ പ്രവർത്തകനാക്കി. ഞാൻ കൃഷിക്കാരനായതുകൊണ്ടും പിന്നെ കർഷക സംഘത്തിൻ്റെ ആളായതുകൊണ്ടിട്ടും ആ മുന്നണിയിൽ നിന്ന് നല്ല നിലയ്ക്ക് പ്രവർത്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു നേതൃത്വം. അങ്ങനെ 3 വർഷമായി എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവായി പുതിയ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വഴിമാറി കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ ഏതാ സ്ഥാനത്തിരിക്കുന്നത്? ഇപ്പം ഞാൻ യാതൊന്നുമില്ല. ഞങ്ങൾക്ക് കോട്ടയത്ത് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലൊരു പാർട്ടി കമ്മിറ്റിയുണ്ട്, ആ. ഈ പ്രായം ചെന്നവരുടെ. ആ കമ്മിറ്റിയിൽ വല്ലപ്പോഴും വിളിക്കുമ്പോൾ പോകും എന്നുള്ള വിട്ടാൽ ഇപ്പം അങ്ങനെ വലിയ പ്രവർത്തനമല്ല. വയസ്സിപ്പം 55 ഞാൻ വന്നെന്ന് പറഞ്ഞല്ലോ. ഇപ്പം വയസ്സ് 86 ആയി. അപ്പോൾ പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിലും എനിക്ക് വരാൻ കഴിഞ്ഞു. കർഷക സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള കമ്മിറ്റിയിലെല്ലാം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയായിരുന്നു. കർഷക സംഘത്തിൻ്റെ ഞാൻ പറഞ്ഞ അതിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഞാൻ ദീർഘകാലം പ്രവർത്തിച്ചു. എൻ്റെ ജ്യേഷ്ഠന്മാർ 2 പേരാണ്. പിന്നെ ഞാനാണ് ഉള്ളതിൽ ഇളയ ആള്. ഞങ്ങൾ 3 ആണുങ്ങൾ 3 പെണ്ണുങ്ങൾ. ഞങ്ങൾ 3 പേരെയും കെട്ടിച്ചയച്ചു. എല്ലാവരും ഇപ്പം പിന്നെ ഞാൻ ഒഴിച്ച് എല്ലാ ആളുകളും മരിച്ചു പോയി. എല്ലാവരും മരിച്ചുപോയി. എന്ന് വെച്ചാൽ പ്രായത്തിലായല്ലോ. അപ്പോൾ ആ നിലയിൽ എല്ലാവരും മരിച്ചുപോയി. പിന്നെ എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് ഞാൻ ഞങ്ങൾക്ക് 5-8 ഏക്കർ സ്ഥലം കുടുംബസ്വത്ത് എന്നുള്ളതേ ഉണ്ടായിരുന്നു. അത് കാരണം വീട്ടിലെ ആദായം കൊണ്ടൊക്കെ തന്നെ നടത്തി ആണ് ആദ്യഘട്ടത്തിലെ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നതിന് എന്നെ പ്രേരിപ്പിച്ചതും അങ്ങനെ പാർട്ടിയുള്ള ആവേശം കൊണ്ടിട്ട് ആ നിലയിലുള്ള മുഴുവൻ പ്രവർത്തനമായിട്ട് നീങ്ങിയതും. അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരുപാട് കർഷക സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആളും ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുമാണ് സഖാവ്. അപ്പൊ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും സമരം ഉണ്ടായിട്ടുണ്ട്? ഉണ്ട്. അതായത് പാർട്ടിയുടെ ആഹ്വാനവും കർഷകത്തിന്റെ ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ മിച്ചഭൂമി സമരം നടത്തി. ഏത് വർഷമായിരിക്കും? ഞാൻ ഓർക്കുന്നില്ല. ഇവിടെ കാഞ്ഞിരപ്പള്ളി ആനത്താനത്തിന്റെ ഭൂമിയിൽ പ്രവേശിച്ചുകൊണ്ടുള്ള സമരം നടത്തി. ഞാനും 10-50 ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ആ നിലയിൽ കയറി സമരം നടത്തി കൊടി നാട്ടിയിട്ടൊക്കെ പോകും. ഭൂമിയില്ലാത്തവർക്ക് വേണ്ടിയുള്ളൊരു സമരം അതിശക്തമായി ഞാൻ നടത്തി. അതില് UDF ഗവൺമെന്റ് കാലഘട്ടത്തില് കുടിയിറക്കിയ കുറെ ആളുകളുണ്ടായിരുന്നു. ആ കുടിയിറക്കപ്പെട്ട ആളുകള് ഞാൻ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഐതിഹാസികമായ സമരം തന്നെയാണ് നടത്തിയത്. അവരെ മണിമല ആറിന്റെ തീരത്ത് മണിമലയാണ് കടന്നിരുന്നത്. ബഹുഭൂരിപക്ഷവും ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അവരെ സംഘടിപ്പിച്ചുകൊണ്ട് ഞാൻ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഓഫീസ് കോട്ടയം കളക്ട്രേറ്റ് തുടങ്ങിയിട്ടുള്ള ഇവരെ എല്ലാവരെയും കൂടെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ദീർഘമായ സമരം നടത്തി. ഈ സമരത്തിനെല്ലാം പ്രേരണയും പ്രചോദനവും എനിക്ക് കിട്ടിയത് TK രാമകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ആയിട്ട് കർഷകത്തിന്റെ സംസ്ഥാന നേതാവായിട്ടിരിക്കുമ്പോൾ എന്നെ പ്രേരിപ്പിക്കുകയും ആ നിലയ്ക്കെല്ലാം വേണ്ട പ്രോത്സാഹനം തരികയും ചെയ്തു. അന്ന് PS ശ്രീനിവാസനായിരുന്നു റവന്യൂ മന്ത്രി, CPIയുടെ അവരുടെ മുന്നണിയായിരുന്നു. മന്ത്രി ശ്രീനിവാസനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചതിന്റെ ഫലമായി കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ എരത്തുവാപ്പുഴ, എരുമേൽ പഞ്ചായത്തിലെ എരത്തുവാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമി കിട്ടുന്നതിന് വേണ്ടി സ്ഥലം അളന്ന് തിരിച്ച് ഭൂമി കൊടുത്തു. ആ സമരത്തിലാണ് നമുക്ക് ഏറ്റവും വലിയ ആവേശവും സന്തോഷവും തോന്നിയത്.
പാർട്ടി സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം സഖാവിന് പാർലമെന്ററി കാര്യം നോക്കാനുള്ള അവസരം കിട്ടി. അപ്പൊ നമ്മൾ 5 വർഷക്കാലം ആ ആ ഞാൻ ജീവിതം എങ്ങനെയായിരിക്കും? അത് ഞാന് ഈ പാർട്ടി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് ഞാന് കാഞ്ഞപ്പള്ളി പഞ്ചായത്തിൽ ഒരു പ്രാവശ്യം നിന്നു. ഉം. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ അറിയപ്പെടുന്ന ഒരു പാർട്ടി നേതാവ് എന്നുള്ള നിലയ്ക്ക് എല്ലാവരും കൂടി യോജിച്ച് എതിർത്തു. മറ്റ് പാർട്ടിക്കാരെല്ലാം അങ്ങനെ തന്നെ അവിടെ പരാജയപ്പെടുത്തി ഉം. ആ പഞ്ചായത്തിലെ. എന്നാൽ ആ വാശിക്ക് വീണ്ടും ഞാൻ നിന്ന് രണ്ടാമത്തെ പ്രാവശ്യം നടന്ന തെരഞ്ഞെടുപ്പില് ഞാൻ ഈ വെളിക്കത്തോട് വാർഡിൽ നിന്ന് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെയാണ് ആ വാശി തീർന്നത്. അങ്ങനെ തെരഞ്ഞെടുത്തിട്ട് പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നുകൊണ്ടിട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മള് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു. ആദ്യകാലത്ത് ഇപ്പൊ 70 വർഷത്തിന് മുകളിലായി സഖാവ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ട്, അപ്പം ആദ്യകാലത്ത് ഫോണില്ലാത്ത കാലഘട്ടം, വാഹനമില്ലാത്ത കാലഘട്ടത്തിൽ ഒരുപാട് ത്യാഗം സഹിച്ച ഈ പ്രസ്ഥാനത്തിൽ കടന്നുകൂടിയത്. അപ്പൊ അന്ന് ചില രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഉണ്ടല്ലോ അന്ന്, ഇല്ലേ? ഉണ്ടോ? അപ്പൊ അന്ന് മറ്റു പല രാഷ്ട്രീയക്കാരും എല്ലാം ഉള്ള സമയത്തും ഇത്രയും ത്യാഗം സഹിച്ച് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നുകൂടാനുള്ള എന്താ മനസ്സിന്റെ ഒരു പ്രചോദനം? മാനസികമായി കിട്ടിയ പ്രചോദനം എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചും അതിന്റെ അന്തിമ ലക്ഷ്യത്തെ സംബന്ധിച്ചും പാർട്ടി ക്ലാസ്സിൽ കൂടി എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് KT സക്രിയാസ് ഉൾപ്പെടെയുള്ളവരെ, PS ശ്രീനിവാസന്, അതുപോലെ പിന്നെ അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഉണ്ടായിരുന്ന നേതാക്കന്മാരുടെ വന്ന് ഞങ്ങൾക്ക് കുറെ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടി മെമ്പർമാർക്കുള്ള ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ് 2-3 ക്ലാസ് കിട്ടിയപ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ ആവേശം ഉണ്ടായത്. കാരണം ലക്ഷ്യം സോഷ്യലിസമാണ്. പാവപ്പെട്ടവനെ രക്ഷിക്കുക എന്നുള്ളതിലേക്കും ഒരു സമത്വസുന്ദരമായ രാജ്യം ഉണ്ടാകണം, ഭാവി ഉണ്ടാകണം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ക്ലാസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ആവേശമാണ് എന്നെ അതിലേക്ക് പ്രേരിപ്പിക്കാനും പിന്നെ മുഖേഷമായി പ്രവർത്തകനാകാനും എന്നെ പ്രേരിപ്പിച്ചു. ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ, ഇപ്പൊ നല്ല സൗകര്യങ്ങള്, എല്ലാവർക്കും യാത്ര ചെയ്യാൻ വാഹനമുണ്ട്, പാർട്ടി പ്രവർത്തനമൊന്നും വലിയ തടസ്സമൊന്നുമില്ല, ഇഷ്ടംപോലെ അണികളുണ്ട്, അതുകൊണ്ട് നല്ലൊരു കട്ടുപ്പുള്ള കേരള പ്രസ്ഥാനമാണ്. എങ്കിലും ഇപ്പോഴത്തെ യുവാക്കളോട്, സഖാക്കളോട് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ അനുഭവത്തെ വെച്ച് എന്താ അവർക്ക് കൊടുക്കാനുള്ള ഒരു മാർഗനിർദ്ദേശം? ജനങ്ങളില് ഒരു അവബോധം വളർത്തിയെടുക്കാൻ ഈ കാലഘട്ടം നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വിദ്യാഭ്യാസപരമായും സാമൂഹികമായും സാംസ്കാരികമായും നല്ല നിലയ്ക്ക് ഇന്നത്തെ സമൂഹം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അത് വളർന്നു കഴിഞ്ഞപ്പോൾ ഈ യഥാർത്ഥത്തിൽ പാർട്ടിയിലെ പഴയതുപോലുള്ള ഒരു ആവേശത്തോടു കൂടി ആളുകൾ വരുന്നില്ല. പുത്തൻ ആശയം എന്നുള്ള നിലയ്ക്ക് എല്ലാവരും പാർട്ടിയുമായി സഹകരിച്ച് നിൽക്കുന്നു. സഹകരിച്ച് നിന്നതിൻ്റെ ഏർപ്പാട് നടത്തുന്നു പാർട്ടി മെമ്പർമാരായിട്ടുള്ള ആളുകളിലാണ് ആവേശം ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ സമൂഹത്തിൽ വന്ന ആ ഒരു മാറ്റം എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ആ വലിയ മാറ്റത്തിന്റെ ഭാഗമായിട്ട് സമൂഹത്തിൽ നല്ലൊരു വിഭാഗം ആളുകൾ നിഷ്പക്ഷപാതികളായിട്ട് മാറുന്ന സ്ഥിതിയുണ്ട്. പണ്ടത്തെ പോലുള്ള ഒരു ആവേശം ഇന്നില്ല. കാരണം അടിസ്ഥാനപരമായി ഭൂമിയില്ലാത്തൊരു ഭൂമിയുണ്ട്. അത് ഈ സമരമെല്ലാം നടത്തിയതിന്റെ ഫലമായിട്ട് എല്ലാ ആളുകൾക്കും അതിൻ്റെതായ മാറ്റം വന്നിട്ടുണ്ട്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പഴയതിൽ നിന്നും 10 മടങ്ങ് വ്യത്യസ്തമായി ശക്തി പ്രാപിച്ചുകൊണ്ടിട്ട് നല്ല നിലയ്ക്ക് പോകാൻ ഇന്ന് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യകാലത്ത് 70 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രസ്ഥാനത്തിലോട്ട് കടന്നു വരാൻ ആൾക്കാർക്ക് മടിയുള്ള കാലഘട്ടമായിരിക്കും, ഭയമുള്ള കാലഘട്ടമായിരിക്കും നമ്മളെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം ആ കാലഘട്ടത്തിൽ എന്തെങ്കിലും പോലീസ് കസ്റ്റഡി കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? കേസുകൾ ഒരുപാട് വന്നിട്ടുണ്ടോ? കേസുകൾ നിരന്തരമായി വന്നിട്ടുണ്ട്. നിരന്തരമായ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. വിമോചന സമരത്തിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു പാർട്ടി ആഹ്വാനം ചെയ്ത് മിച്ചഭൂമി സമരം നടത്തി. ആ മിച്ചഭൂമി സമരത്തിൽ എന്നെ അറസ്റ്റ് ചെയ്തു. ഞാൻ പാലാമ്പടത്തിന്റെ ഭൂമിയിലാണ് കയറിയത്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ശിക്ഷിച്ചു. 10-30 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. എന്നെ പോലുള്ള നൂറുകണക്കിന് പ്രവർത്തകരും നേതാക്കന്മാരും ഇങ്ങനെ ജയിൽ ശിക്ഷ അനുഭവിച്ചും മർദ്ദനമേറ്റും എല്ലാം വന്നതിന് ഫലമായി ഈ കുറെ ഭൂമി കൊടുക്കാൻ അന്നത്തെ ഗവൺമെന്റ് തയ്യാറായി. അതായത് പാവപ്പെട്ടവന് അത് കിട്ടുകയും ചെയ്തു. അതൊരു വലിയ ഒരു നേട്ടമാണ്. നമ്മുടെ കൂടെ 70 കാലഘട്ടത്തിലൊക്കെ അല്ലെങ്കിൽ 10-75 വർഷം മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്ന് പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട സഹപ്രവർത്തകരാരെങ്കിലും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? സഖാവിന് ഓർമ്മയുണ്ടോ? ഇന്നത്തെ ആളുകൾ ഒരുപാട് ത്യാഗം വേണമല്ലോ. അല്ല, ത്യാഗം സഹിച്ചവരാണ്. ഉള്ള സത്യം പറയുകയാണെങ്കിൽ ഇന്ന് കാഞ്ഞപ്പള്ളി താലൂക്കിനെ സംബന്ധിച്ചിടത്തോളം
അന്നുണ്ടായിരുന്ന ആളുകൾ ഇന്നിപ്പം ജീവിച്ചിരിക്കുന്നത് ഞാൻ മാത്രമേ ഒരാളേ ഉള്ളൂ. എന്റെ ഓർമ്മ കർഷക സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയിലും സഖാവ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതെ, എം.എം. മണി സഖാവും ആ കാലഘട്ടത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. അദ്ദേഹമായിട്ട് നല്ല ബന്ധത്തിൽ പിന്നെ മണിയായിട്ടൊക്കെ നല്ല ബന്ധത്തിലാണ്. പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഈ പ്രസ്ഥാനം നടത്തിയ പോരാട്ടത്തിന്റെ സമരത്തിന്റെ എല്ലാം ഫലമായി അതിന്റെ ഗുണം ഈ പറഞ്ഞ വിഭാഗങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട് എന്നുള്ള ആത്മസംതൃപ്തിയാണ് അതേ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒരുപാട് രാഷ്ട്രീയ പരിചയവും തഴക്കവും പഴക്കമുള്ള ഒരു സഖാവിന്റെ വാക്കുകളും അറിവുകളുമാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിലോട്ട് വരാൻ കാരണവും എന്നെപ്പോലുള്ളവര് സഖാവിന്റെ പ്രവൃത്തിയും ജീവിത രീതിയും ചിട്ടയായിട്ടുള്ള ജീവിത രീതിയും പാർട്ടിയിലെ പ്രവർത്തനവും ആ ക്ലാസ്സുകളും എല്ലാം കേട്ടുകൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. എന്റെ ഗുരുവിന് തുല്യനായ ഈ സഖാവിനോടൊപ്പം ഇരുന്ന് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് ലഭിച്ചത് ഞാൻ എന്റെ ഭാഗ്യമായിട്ട് കരുതുന്നു. സഖാവെ, നന്ദി, നമസ്കാരം.